ആ ഒരു ബ്ലോക്കും ഇല്ല. ശരിക്കും നല്ല കാര്യം കേട്ടോ, അവർ ചെയ്തൊരു നല്ല കാര്യമാണ്. ചേട്ടൻ കയറി വരുന്നുണ്ട്. പോട്ടെ ചേട്ടൻ, ബ്ലോക്കില്ല നമുക്കിപ്പോൾ. സോ അതാണ് നമ്മൾ കാണുന്ന ലുലു മോൾ. ലുലു വന്ന് ശരിക്കും ചേച്ചി പോട്ടെ. പ്രിഫറൻസ് ടു ദ പെഡസ്ട്രിയൻസ് അല്ലേ, കറക്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരാദ്യം പോട്ടെ. ഈ വേലത്ത് നടക്കുമ്പോൾ അവരെല്ലാദ്യം പോകണം. കറക്റ്റായിട്ട് നോക്കണം. വണ്ടിയുടെ ടിക്കറ്റ് ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആക്കി. കൊള്ളാം കണ്ടോ, വണ്ടിയുടെ നമ്പർ KL32. വണ്ടിയുടെ നമ്പർ കയറി വന്നു. ടെക്നോളജി ആളെ വേണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ നേരെ ലുലുവിലേക്കാണ് പോകുന്നത്. എറണാകുളത്ത് നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് ലുലുവിലേക്ക് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, നമുക്ക് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്നെങ്കിൽ നേരെ കാണുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജ് കയറി പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക. ലെഫ്റ്റ് എടുത്ത് പറവൂർ പോയിട്ട് അവിടെ പോയി യൂട്ടേൺ എടുത്ത് വരിക. ഈ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. നേരെ പോകാൻ പറ്റില്ലല്ലോ. പണ്ട് നേരെ പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലെഫ്റ്റ് എടുത്താണ് പോകുന്നത്. കാര്യം അതാണ് കുറച്ചുകൂടെ ഒരു കൈൻഡ് ഓഫ് എളുപ്പം. യൂട്ടേണല്ലേ ഉള്ളൂ, വേറെ സിഗ്നലും ഇല്ല. അപ്പം ലുലുലും കറക്റ്റായിട്ട് നമുക്ക് കയറാൻ പറ്റും. പള്ളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ബ്ലോക്കല്ല. ശനിയാഴ്ച ആണെങ്കിലും തിരക്കുണ്ട്, വണ്ടികളും എല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ ഫ്രീ ലെഫ്റ്റ് ആയതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആവില്ല. പണ്ട് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. കാര്യം എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് വൈറ്റിലേക്ക് പോകാനായിട്ട് എല്ലാവരും തിരിയും, റൈറ്റ് തിരിയും. ഇവിടെ ഫുൾ ബ്ലോക്കായിരിക്കും. അപ്പോൾ അതെന്തെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ ആ ഒരു ബ്ലോക്കും ഇല്ല. ശരിക്കും നല്ല കാര്യം കേട്ടോ, അവർ ചെയ്തൊരു നല്ല കാര്യമാണ്. ചേട്ടൻ കയറി വരുന്നുണ്ട്. പോട്ടെ ചേട്ടൻ, ബ്ലോക്കില്ല നമുക്കിപ്പോൾ. ലെഫ്റ്റ് എടുത്തു. സോ അതാണ് നമ്മൾ കാണുന്ന ലുലു മോൾ. ലുലു വന്ന് ശരിക്കും ചേച്ചി പോട്ടെ. പ്രിഫറൻസ് ടു ദ പെഡസ്ട്രിയൻസ് അല്ലേ, കറക്റ്റ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവരാദ്യം പോട്ടെ. ഈ വേലത്ത് നടക്കുമ്പോൾ അവരെല്ലാദ്യം പോകണ്ടേ. ഓക്കെ, അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടല്ലോ. ക്യൂ ഉണ്ട് അത്യാവശ്യം. നമുക്കിനി അവിടെ പോയി യൂട്ടേൺ എടുത്ത് വരാം. ലുലുവിലേക്ക് അധികം ആളില്ല. ലുലുവിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. ലുലുവിൻ്റെ ഈ സൈഡിൽ എൻട്രൻസ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പം റംസാൻ്റെ എല്ലാ പരിപാടികളും ഡെക്കറേഷൻസൊക്കെ അവിടെ നടക്കുന്നു. സോ നമുക്കിവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് അങ്ങോട്ട് വളയാം. കുറച്ച് കഴിയുമ്പോഴേ യൂട്ടേൺ ഉള്ളൂ. ആ യൂട്ടേൺ എടുത്ത് അങ്ങോട്ട് വളയാം. നേരെ പോകുന്ന വണ്ടികളും യൂട്ടേൺ അവിടെ ബ്ലോക്കാണ്. യൂട്ടേൺ എടുക്കാം. സോ നമ്മൾ യൂട്ടേൺ എടുത്തു പോവുകയാണ്. ഒരു മഴക്കാറുണ്ടെന്ന് തോന്നുന്നല്ലേ. ഇത്ര വേനൽക്കാലത്ത് ഒരു മഴക്കാർ വരുന്നത് നല്ലൊരു സുഖമുള്ള പരിപാടി. അതുകൊണ്ടാണ് ഇത്തിരി ചൂട് കൂടുതലാണ്. മഴ താഴത്തെത്തിയാൽ രസമായിരിക്കും. നമുക്ക് ലെഫ്റ്റ് ഇട്ട് കയറാം. ഇതാണ് ലുലുവിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ്. നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാം കാണാൻ. ചേച്ചിയുണ്ട്, പോട്ടെ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ലുലു എത്തിയിരിക്കുകയാണ്. തിരക്കില്ല, സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും. തിരക്കില്ലെന്ന് പ്രതീക്ഷിക്കാം. താഴത്തെ പാർക്കിംഗ് കാണും പറയുന്നത്. ഇവിടെ ക്യൂ ഇല്ല. അതെന്തായാലും തിരക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അല്ല ഇവിടെ ക്യൂ ഉണ്ടായേനെ. അമ്പെല്ലാം ചാടി, എൻ്റെ അമ്മേ, ചാടി ഇങ്ങനെ പോവുകയാണ്. ഇതാണ് ലുലുവിൻ്റെ ബേസ്മെൻറ്റ് പാർക്കിംഗ്. ഇവിടെ RFID റീഡിംഗ് ആണെന്ന് തോന്നുന്നില്ല. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നോക്കണം. വണ്ടിയുടെ ടിക്കറ്റ് ആയിരുന്നു, ഇത് ഓട്ടോമാറ്റിക് ആക്കി. കൊള്ളാം കണ്ടോ, വണ്ടിയുടെ നമ്പർ KL32. വണ്ടിയുടെ നമ്പർ കയറി വന്നു.
ടെക്നോളജി, ആളെ വേണ്ടല്ലോ. പൈസ കളക്ട് ചെയ്യണത്ത ഒരാൾ മാത്രം ആൾ പോരെ. ആ ചേട്ടൻ ലെഫ്റ്റ് പോകാൻ പറയും, പക്ഷെ നമുക്ക് ലെഫ്റ്റ് പോകണ്ട, നമുക്ക് നേരെ പോകാം. അവിടെ പച്ച കാണുന്നുണ്ടോ, അവിടെ വണ്ടി എന്തായാലും അവിടെ എങ്ങനെ വണ്ടി കാണും. ചേട്ടൻ മുന്നിൽ മുമ്പ് നമുക്ക് അങ്ങോട്ട് പോവാം. യെസ്, എവിടെയെങ്കിലും ഒരു സ്ലോട്ട് കാണും. ഒരുപാട് റെഡാണ്. എവിടെയെങ്കിലും ഒരു സ്ലോട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ലോട്ട് നേരെ പോകാം അല്ലേ. ഇവിടെ 3 സ്ലോട്ട് ഉണ്ടെന്ന് കാണിച്ചായിരുന്നു. ആളുണ്ട് അത്യാവശ്യം, സാറ്റർഡേൻ്റെ തിരക്കുണ്ട്. എവിടെയെങ്കിലും സ്ലോട്ട് കിട്ടുമായിരിക്കും, നോക്കാം. കിട്ടിയിരിക്കുകയാണ് B4. ഞാൻ നോക്കുമായിരുന്നു, ഞാൻ ഗ്ലാസ് നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ സാധനം മാത്രം താഴെ വന്നു കിടക്കണുണ്ടോ. അപ്പം ഞാനൊത്ത് ഇതെന്താണ് നമ്മൾ ചേർത്തിടേണ്ടത്. പിന്നെ മനസ്സിലായി ഈ കാറുകാരായിട്ടിരിക്കുന്നത് നേരെയാണ്. ശരിക്കും അവരെ ചരിഞ്ഞായിരുന്നു അവിടെ ഉണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ഓക്കെ, നമ്മളെന്തായാലും ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതുണ്ട്, നമ്മൾ കറക്റ്റ് നമ്മുടെ ലൈനിൽ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഒരു സാധനത്തിൻ്റെ ലൈനിൻ്റെ അകത്ത് തന്നെ നമ്മൾ നിൽക്കുന്നു. സോ ഐ തിങ്ക് നമ്മൾ കറക്റ്റ് ബാക്ക് പാർക്കിംഗ് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല. ശരി, നമുക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, സോ ഹൈപ്പർ മാർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. സാധനം മേടിക്കാൻ അത്രയും തിരക്കില്ല, കൗണ്ടറെല്ലാം ഫ്രീ ആണ്, തിരക്കൊന്നുമില്ല. ലോഡ് കണക്കിന് കിട്ടിയതാണ്, പക്ഷെ നമ്മൾ കിട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഴമുണ്ട്, കുറേ സാധനം മേടിക്കാനുണ്ട്. നമുക്ക് നോക്കാം, നമ്മളൊക്കെ കിട്ടും അവിടെയൊക്കെ പോകാൻ നോക്കാം. യെസ്, നമ്മുടെ ഷോപ്പിംഗ് തുടങ്ങി. പേസ്റ്റിൽ നിന്ന് ആദ്യം തുടങ്ങി, ബാക്കി ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. നമുക്ക് 2 വഴിക്കാണ് പോകേണ്ടത്. NX70, NX47. 47ലേക്ക് പോകാം. ഇങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മളത് നേരെ ലുലുവിൽ നിന്ന് വീട് പറയുകയാണ്. ഓക്കെ, ബൈ.